ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ഇപ്പോൾ ഹസ്ബൻഡ് ഓഫീസിൽ പോയിട്ടുണ്ട്. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഇനി ഹൗസ് ഹോൾഡ് വർക്കുണ്ട്. ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തേക്കുന്നത് ഉച്ചയ്ക്ക് ഞാൻ വിചാരിച്ച് ഒരു കഞ്ഞി വയ്ക്കാം. ബിക്കോസ് വലിയ കുക്കിങ്ങിനുള്ള മൂഡൊന്നുമില്ല. അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചിരുന്നു കഞ്ഞി വെച്ചാൽ മതിയോന്ന്. അപ്പോൾ കഞ്ഞി വെച്ചാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെച്ചെന്നാൽ ശരി, ഓക്കെ, കഞ്ഞി വെക്കാം, അത്ര എളുപ്പമായല്ലോ. അപ്പോൾ ഇനി കുറേ പാത്രങ്ങളും കഴുകാനുണ്ട്. രാവിലത്തെ അതും കഴുകണം, കഞ്ഞി വെക്കണം. അപ്പോഴത്തേന് ഹസ്ബൻഡ് വരും. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഇന്ന് ആക്ച്വലി രാവിലെ മോർണിംഗ് മുതൽ എനിക്ക് ചെറിയ ഹെഡേക്ക് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇന്ന് വലിയ കുക്കിംഗ് ഒന്നും വേണ്ടെന്നൊന്ന് വിചാരിച്ചത്. പിന്നെ എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ ഇതാണ്. രാവിലെ എണീക്കുക, പിന്നെ ഹസ്ബൻഡ് ഓഫീസിൽ പോകാൻ റെഡി ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക, പിന്നെ കുറച്ച് നേരം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുക, ഇതൊക്കെയാണ്. സോ അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഓക്കെ. സാധാരണ ഹസ്ബൻഡാണ് വീഡിയോ എടുക്കാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാം. ജസ്റ്റ് ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ്. എനിക്ക് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട്. ആദ്യം അത് തുടങ്ങും. പാത്രങ്ങൾ കഴിവാലും ഞാൻ ഈ ഗ്ലൗസ് ഉണ്ടല്ലോ, ഡിസ്പോസിബിൾ ഗ്ലൗസ്, അത് ഞാൻ ഇടുമേ. അത് സ്റ്റൈലൊന്നും അല്ല കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ സോപ്പിൻ്റെ ഇതൊക്കെ അലർജി ഉണ്ട് കൈക്ക്. സോ പലതരം ഞാൻ ഈ ലിക്വിഡ് സോപ്സ്, ഈ പാത്രം കഴുകുന്ന ഡിഷ് വാഷർ സോപ്സ് ഒക്കെ ഉണ്ടല്ലോ, പലതരം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എന്ത് യൂസ് ചെയ്താലും എനിക്ക് കൈക്ക് ഒരുമാതിരി അലർജിയും, പിന്നെ കൈ ഒരുമാതിരി റെഡ് കളറാവും ഫസ്റ്റ്, പിന്നെ ഒരു ചെറിയൊരു ചൊറിച്ചിൽ പോലൊക്കെ വരും, പിന്നെ ആ തൊലിയൊക്കെ ഇളകാൻ തുടങ്ങും. അപ്പോൾ പിന്നെ സേഫർ സൈഡിന് വേണ്ടി ഞാനൊരു ഗ്ലാസ് കഴിയാൽ പോലും മോസ്റ്റ്ലി ഞാൻ ഗ്ലൗസ് ഇട്ടേ കഴുകത്തുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി തീർത്തിട്ടുണ്ട്. നമുക്ക് കഞ്ഞി ഉണ്ടാക്കുന്നത് പയറുകഞ്ഞിയാണ്. പയറുകഞ്ഞി എന്ന് പറഞ്ഞാൽ ചുമ്മാ പയറും കഞ്ഞിയും കൂടെ ഇട്ട് പ്രഷർ കുക്കറിൽ വിസിൽ കൊടുക്കുന്നത് തന്നെയാണ്. പക്ഷേ അതാവുമ്പോൾ ഭയങ്കര ജസ്റ്റ് ഒരു ടേസ്റ്റും ഇല്ലല്ലോ. ജസ്റ്റ് ഒരു പയറും കഞ്ഞി ഉപ്പും കൂടെ മിക്സ് ചെയ്ത ഒരു ടേസ്റ്റ് ഇല്ലല്ലോ. പിന്നെ അല്ലെങ്കിൽ പ്രത്യേകം ചമ്മന്തി അരയ്ക്കണം, അല്ലെങ്കിൽ പപ്പടം കാച്ചണം. സോ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ട്രിക്ക് ചെയ്യും, ഞാൻ കാണിക്കാമേ. ഞാൻ കുറച്ച് നമ്മുടെ ചുമന്നരി എടുക്കുകയാണ്. പ്രഷർ കുക്കറിലോട്ട് തന്നെ ഇടുവാണ്, അതിലിട്ടും കഴുകാം. എന്നിട്ട് കുറച്ച് ചെറുപയർ. അപ്പം ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് അരി എടുത്തത്. അരി ഒരു 3/4 ഗ്ലാസ് അരി എടുത്തിട്ടില്ല കേട്ടോ. അപ്പം അതിലോട്ട് തന്നെ ഒരു 1/2 ഗ്ലാസ് ചെറുപയറും എടുത്തു. അത് ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം കഴുകണം, നല്ലോണം കഴുകിയെടുക്കാം. ഇപ്പം ഞാനൊരു 3-4 തവണ കഴുകിയിട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ നോർമൽ വെള്ളം ഒഴിച്ചിട്ട് പ്രഷർ കുക്ക് ചെയ്യുമ്പോൾ ഒരു 3-4 വിസിൽ. വെള്ളം ഒഴിക്കാറില്ല, ബിക്കോസ് നമ്മുടെ നാട്ടിലെ കിണറ്റിലെ വെള്ളമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ടാപ്പിലെ വെള്ളം ഒഴിക്കാറില്ല. കുടിക്കാനുള്ള നമ്മുടെ ക്യാൻ വാട്ടേഴ്സ് വരുമല്ലോ, അതിൽ കുറച്ച് വെള്ളം എടുത്ത് ഞാൻ ഒഴിക്കാം. ഞാൻ പ്രഷർ കുക്കർ ഓൺ ചെയ്യുക. ഇനിയിപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഈ കഞ്ഞിയും പയറും കൂടെ തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് വരുമ്പോൾ ചോദിക്കും ചമ്മന്തി ഉണ്ടോ, അച്ചാറുണ്ടോ, പപ്പടം ഉണ്ടോ. അതുപോലെ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇതിനെ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് തന്നെ കുറച്ച് തേങ്ങ, നമ്മുടെ ചിരകിയ തേങ്ങ ഉണ്ടല്ലോ, ഫ്രിഡ്ജിലുണ്ടാകുന്ന എടുത്ത് വെച്ചിട്ടുണ്ട് വെളിയിൽ. അപ്പോൾ കുറച്ച് ചിരകിയ തേങ്ങയിലോട്ട് ഒരു 2-3 പച്ചമുളകും ഒരു 3-4 കഷ്ണം കൊച്ചുള്ളി, അത് മതിയേ. അതും കൂടി ഇട്ടിട്ട് വേണമെങ്കിൽ ശകലം മഞ്ഞപ്പൊടിയും കൂടി ഇട്ടു. അപ്പോൾ ഒരു കഞ്ഞിക്കൊരു കുറച്ച് കളർ വരുമല്ലോ. അതും കൂടി ഇട്ടിട്ട് 2 കറിവേപ്പിലയുടെ ഇലയും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് ഞാനങ്ങ് അരച്ചെടുക്കും മിക്സിയിൽ. എന്നിട്ട് ഇത് നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് ഈ അരച്ച സാധനം കൂടി ഇതിലൂടെ മിക്സ് ചെയ്യും.
അത് കഴിഞ്ഞിട്ട് ഈ കഞ്ഞിയെ കടുവറുത്തെടുക്കും. അപ്പോൾ അങ്ങനെ കഞ്ഞി കുടിക്കാൻ നല്ല ടേസ്റ്റാണ്, നമുക്ക് കൂട്ടാനൊന്നും വേണ്ട. അപ്പം എന്നും എല്ലാവരുടെയും വീട്ടിൽ ഒരുപാട് കൂട്ടാനൊന്നും വെക്കത്തില്ലല്ലോ. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ ഉച്ചയ്ക്ക് ഇതാണ്, വലിയ ഒരുപാട് കൂട്ടാനോ ചോറോ ഒന്നും ഇല്ല, സാധാരണ കഞ്ഞിയാണ് ഉച്ചയ്ക്ക്. സംടൈംസ് ഞങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ട്, സംടൈംസ് കുക്കിങ്ങിന് മൂഡില്ലാത്തപ്പം, അല്ലെങ്കിൽ സുഖമില്ലാത്തപ്പം, അല്ലെങ്കിൽ സമയമില്ലാത്തപ്പം, അങ്ങനെ ഒരുപാട് ടൈം. സംടൈംസ് ഞങ്ങൾക്ക് തോന്നും കഞ്ഞി തന്നെ ഒന്ന് കുടിക്കണം. എന്നും നമ്മളങ്ങ് ചോറും കൂട്ടാനൊക്കെ അങ്ങ് ആയാലോ, നമ്മൾ കഞ്ഞി പലപ്പോഴും കുടിക്കണമല്ലോ. പിന്നെ സംടൈംസ് ഞങ്ങളിങ്ങനെ കഞ്ഞി വെക്കാറുണ്ട്. ഇനി പ്രഷർ കുക്കറിൽ വിസിൽ വരട്ടി തലച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ പുതിയ ചാനലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഡെയിലി ഇങ്ങനത്തെ വ്ളോഗ്സ് ഇനിയും വരുന്നതായിരിക്കും. അപ്പം ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പം മോസ്റ്റ്ലി ഡേ ഇൻ മൈ ലൈഫിൽ മോസ്റ്റ്ലി കൂടുതലും ഞാൻ തന്നെ ആയിരിക്കും ചാനലിൽ വീട്ടിലുള്ളത്. ഞാൻ ഒരു 9 to 5 ജോബിന് പോകാത്തതുകൊണ്ട് ഞാൻ വീട്ടിലായിരിക്കും മോസ്റ്റ്ലി. ഹസ്ബൻഡ് ഈവനിങ് ആണ് വരുന്നത്, രാവിലെ പോയിട്ട് ഈവനിങ് ആയിരിക്കും വരുന്നത്. അപ്പോൾ വീക്കെൻഡ് വ്ളോഗ്സിലൊക്കെ ഹസ്ബൻഡ് ഫുൾ ടൈം കാണത്തുള്ളൂ. അപ്പം ഞാൻ എസ്പെഷ്യലി ഞാനിങ്ങനെ വീട്ടിലിരിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ, എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത്, പിന്നെ ഞാനും ഇങ്ങനെ ചിന്തിച്ച്, നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നത്, ജസ്റ്റ് കുക്കിംഗ്, ഇങ്ങനെ TV കാണുന്നു, പിന്നെ ഹൗസ് ഹോൾഡ് ചെയ്യുന്നു, അതിൻ്റെ കൂടെ തന്നെ ഞാൻ വിചാരിച്ചു ശരി, ഹസ്ബൻഡും പറഞ്ഞ സജഷൻ വ്ളോഗിങ് കൂടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങളെപ്പോലുള്ള കുറേ നല്ല ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടും. അപ്പോൾ കുറേ കമൻറ്റ്സ് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അതിനൊക്കെ എനിക്ക് റിപ്ലൈ ചെയ്യാം. അപ്പോൾ എനിക്ക് കുറേ സമയം പോവും, എനിക്ക് കുറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടി. ഇപ്പോൾ അധികം ഫ്രണ്ട്സൊന്നും ഇല്ല, കൂടുതൽ നമ്മൾ ജോലിക്കൊന്നും വെളിയിൽ പോകാത്തതുകൊണ്ട് കുറച്ച് ഫ്രണ്ട്സ് ഓൾറെഡി ഉള്ള ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആൻഡ് റിലേറ്റീവ്സ് അങ്ങനെ ഉള്ളൂ. കൂടുതൽ ഫ്രണ്ട്സും സോഷ്യലൈസിങ് ഒന്നും പറ്റുന്നില്ല. എനിക്കത് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്, ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതും സംസാരിക്കുന്നതൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നതിലും നല്ലത് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇതാണ് ഞങ്ങളുടെ ലൈഫ്, അപ്പോൾ കണ്ടോളൂ. അപ്പോൾ ഇനി നമുക്ക് തേങ്ങയൊക്കെ അരച്ചെടുക്കും. ഞാൻ ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു അരമുറി തേങ്ങ ഉണ്ടെന്ന് തോന്നുന്നു, ഗ്രേറ്റഡ്, അത്ര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1-2 കറിവേപ്പിലയുടെ ഇല, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇടുവാണ്. ഇത് കടുവറുക്കാൻ എടുത്ത കറിവേപ്പിലയുടെ ഇല, സോ ഇത് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ ആഡ് ചെയ്യുവാണ്. പിന്നെ കൊച്ചുള്ളി ഞാൻ ഒരു എളുപ്പത്തിന് കൊച്ചുള്ളി വാങ്ങുമ്പോഴേ എൻ്റെ തൊലിയെല്ലാം കളഞ്ഞൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ വേണ്ടിയപ്പോൾ എടുത്താൽ മതി. അപ്പോൾ ഒരു 3-4 കൊച്ചുള്ളിയും നമുക്ക് എടുക്കാം. ഇത്തിരി വേണ്ട കേട്ടോ, 3-4 കൊച്ചുള്ളി ഇത് ഇതിലോട്ട് ഇടുവാണ്. നല്ല എരിവ് വേണ്ടവർക്ക് കുറച്ച് കൂടുതൽ പച്ചമുളക് ഇടാം. ഇപ്പം ഒത്തിരി എരിവ് വേണ്ട, അതുകൊണ്ട് ഞാൻ വെച്ച് ഒരു 2 പച്ചമുളക് കഴുകി ഈ അരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇടാം. കളറിന് വേണ്ടിയിട്ട് ഇച്ചിരി ഒരു ശകലം, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. ഇതിൽ ഇനി ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഓക്കെ, മറ്റേ തേങ്ങയുടെ ആ മിക്സ്ചറുള്ള ഞാൻ പറഞ്ഞില്ലേ, 2-3 കൊച്ചുള്ളിയും 2 പച്ചമുളകും കറിവേപ്പിലയും തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടെ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുക, നല്ല അരച്ചെടുത്തിട്ടുണ്ട്. കുക്കറിൽ ഇത് വെന്ത് വന്നതിന് ശേഷം ഇത് അതിനകത്ത് തൊട്ട് മിക്സ് ചെയ്യാം. കഞ്ഞിയിൽ ഇൻ കേസ് ഇച്ചിരി വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ഇത് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. പിന്നെ വേറെ ഞാൻ ഈ കടുക് വറുക്കുമ്പം കറിവേപ്പിലയും കടുകും പച്ചമുളകിൻ്റെ കൂടെ കൊച്ചുള്ളി ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് അരിഞ്ഞിടും. അപ്പോൾ നമ്മൾ ഈ കഞ്ഞി കുടിക്കുമ്പോൾ ഈ കൊച്ചുള്ളി കടിക്കാൻ കിട്ടും, അപ്പോൾ അതൊരു ഫ്ലേവറാണ്. അപ്പോൾ ഞാനത് അരിഞ്ഞെടുക്കട്ടെ. തീ നിർത്തുവാണ്. ഒരു 5 വിസിലോളം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ പ്രഷർ നമ്മൾ ഓഫ് ചെയ്തല്ലോ, അകത്തുള്ള പ്രഷറിൽ തന്നെ ഇരുന്ന് ബാക്കി വേവാനുണ്ടെങ്കിൽ വെന്തോളും. മോസ്റ്റ്ലി ഇപ്പോൾ വെന്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു കുക്കിംഗ് വ്ളോഗല്ല കേട്ടോ, ഒരു റെസിപ്പി വ്ളോഗോ അങ്ങനെയൊന്നും അല്ല. ഞാൻ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് കഞ്ഞിയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കഞ്ഞിയും വെച്ച് നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ, അത് റെസിപ്പി വ്ളോഗൊന്നുമല്ല. പിന്നെ ഞാൻ പറഞ്ഞു തന്നതേ ഉള്ളൂ. ഇൻ കേസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കഞ്ഞി വെച്ച് നോക്കാം. ഞാൻ ചുമ്മാ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഞാൻ രാവിലെ എൻ്റെ ഇപ്പം ഞാൻ വെച്ച്
എന്നും റെസിപ്പീസ് കാണിച്ചാലും നിങ്ങൾക്ക് ഇപ്പോൾ ബോറടിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്താണ് യൂഷ്വലി ചെയ്യുന്നത്, രാവിലെ എണീറ്റിട്ട് എന്ത് ചെയ്യും. പിന്നെ രാവിലെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, എന്നിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ടി വി ഒക്കെ കണ്ട്. അപ്പം ദെൻ ഒരു ചെറിയ സ്ലൈറ്റ് ഹെഡേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് ഇന്ന് കഞ്ഞി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ വെച്ച് എൻ്റെ പ്രേക്ഷകരെ കൂടെ കാണിക്കാം ഞാനിന്ന് കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്നത്. പ്രഷർ കുക്കർ തുറക്കുവാണ്. ഞാൻ അരച്ച് വെച്ചതുണ്ടല്ലോ, ഞാൻ ഇടാൻ പോവാം. കണ്ടില്ലേ, കഞ്ഞി കാണാൻ നല്ല രസമില്ലേ. ഇനി ഇതിലോട്ട് നമുക്ക് കടു വറുത്ത് ഒഴിക്കണേ. ഒരു തിള വരുമ്പോൾ നമുക്ക് കടു വറുത്ത് ഒഴിക്കണം. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിടണം, അല്ലെങ്കിൽ കഴിക്കാൻ നേരത്ത് ഇട്ടാലും മതി. ഇത് പയർ കഞ്ഞി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളമാക്കി വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ പയർ കുറേ നേരം ഇങ്ങനെ പയറും ചോറും കൂടി കിടക്കുമ്പോൾ ചിലപ്പം അതങ്ങ് ഒരുപാടങ്ങ് കുറുകുമേ. പിന്നെ നമുക്ക് ഒരു ഹലുവ പോലെ ഇരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറച്ചൊന്ന് കൂട്ടി വെച്ചേക്കുന്നത്. അല്ല ഒത്തിരി വെള്ളമല്ല കേട്ടോ, കുടിക്കുന്ന സമയമാകുമ്പോൾ അത് കറക്റ്റ് പരുവത്തിലായിക്കോളൂ. സ്റ്റൗ ഓഫ് ചെയ്ത് ഭയങ്കര ചൂടാണ്. ഇനി എനിക്ക് കടു വറുക്കണം. കടു വറുക്കാൻ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ വെളിച്ചെണ്ണയാണ്. കട്ടി പിടിച്ചിരിക്കുക വെളിച്ചെണ്ണ. നമുക്കതിലോട്ട് കുറച്ച് കൊച്ചുള്ളിയും കടുകും പച്ചമുളകും ഒക്കെ ഇട്ട് കടു വറുത്തെടുക്കാം. എണ്ണ ഇപ്പം നല്ല ചൂടായിട്ടുണ്ട്, ഇതിടാം. കറിവേപ്പില കൊച്ചുള്ളി അതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങ് മുക്കണ്ടൊന്നും ആവശ്യമില്ല കേട്ടോ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കഞ്ഞിയിലോട്ടിടാം. നമ്മുടെ അടിപൊളി കഞ്ഞി റെഡിയായേ. എൻ്റെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹസ്ബൻഡ് വരും, അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കഞ്ഞി കുടിക്കും. ഇന്ന് പപ്പടം ഇരിപ്പില്ല, ഇനി മതി. അച്ചാറുണ്ട്, മാങ്ങാച്ചാർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അമ്മ തന്നിട്ട് മാങ്ങാച്ചാറുണ്ട്. അപ്പോൾ ഇതും കൂടെ കഴിക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു വെറൈറ്റി. എവിടെ ചോറും കൂട്ടാനും വേണ്ടല്ലോ, ഇതും നല്ല പ്രോട്ടീൻ റിച്ച് അല്ലേ. പരിപ്പും അരിയും എല്ലാം ഉണ്ടല്ലോ, എല്ലാ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീൻസും എല്ലാം ഉണ്ട്. സോ ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ്. ഇനിയും ഇങ്ങനത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, ഞാൻ തീർച്ചയായും ഇടുന്നതായിരിക്കും. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും പറയുക. ഞങ്ങളുടെ വ്ളോഗിനെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നിടം വരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.